Praise be unto the name of the Lord. ദൈവനാമത്തിന് മഹത്വം. I was really excited when seeing all the children and nervous as well. ഈ പ്രിയ കുട്ടികളെല്ലാം കണ്ട് അവരുടെ താലന്തുകളെ കണ്ട് ഞാൻ വളരെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. And the nervous because I was thinking about my time when I was nervously sitting and memorizing my things to be presented. ഞാൻ പഴയ കാലത്ത് എൻ്റെ ആ ഒരു ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി. ഈ രീതിയിൽ മെമ്മറി വേഴ്സ് ഒക്കെയും അവിടെ ഇരുന്ന് ഓർമ്മയിലേക്ക് വന്ന് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസരം. And so the Lord has helped us this assembly, and I thank all the elders and the deacons and the responsible members for having us this morning. ഈ രാവിലെ സമയം ഈ സഭയുടെ മുപ്പന്മാരെയും ഉത്തരവാദിത്തപ്പെട്ടവരെയും ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെയും ഈ രീതിയിൽ പങ്കെടുക്കുവാൻ അവസരം ഒരുക്കിയത് ഓർത്ത്. I am no one to be here actually. ഇവിടെ ആയിരിക്കാൻ ഞാൻ ആരുമല്ല. But the Lord has given this an opportunity, and whenever the Lord opens, it's my policy that I don't respond it with a no. എന്നാൽ കർത്താവ് തുറന്നു തന്ന ഒരു അവസരമാണ്, അതുകൊണ്ട് അതിന് പറ്റില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I'm not very person to be standing here because I was sharing this. There are many Bible scholars, teachers and many dignitaries already present in this assembly. ഈ സഭയിൽ ഈ നമ്മുടെ മുമ്പിൽ ഓഡിയൻസിൽ വചനാധ്യാപകരും പണ്ഡിതന്മാരും ഒക്കെ ഉള്ള ഒരു സഭയാണ്. അതുകൊണ്ട് ഞാൻ ഈ പ്രകാരം നിൽപ്പാനുള്ള യോഗ്യത ഇല്ലാത്ത ഒരാളാണ്. I was wishing a chair in between the crowd where I could enjoy this very peacefully. താഴെ ഒരു സീറ്റ് മാത്രം ആഗ്രഹിച്ച് ശാന്തമായിട്ട് ഇരിക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. But yes, as the time has been given, let us think on, and I thank Lord that He has kept us as a family. We are in Ireland and we have just come for a 2 week to take care of our father-in-law as he was not well. So Lord has enabled us to visit. ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബമായിട്ട് അയർലൻഡിന്റെ പ്രദേശത്തിലായിരിക്കുന്നു. ഇന്ന് 2 ആഴ്ചത്തേക്കാണ് ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. പ്രിയ പിതാവ് ക്ഷീണിതനാണ്. അദ്ദേഹത്തെ നോക്കുവാനും കാണുവാനും വേണ്ടിയാണ് ഞങ്ങൾ അല്പമായിട്ട് 2 ആഴ്ചത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. And as everybody prayed, God has given him the strength and he is back to his routines, and we would be traveling back on Tuesday. ദൈവം സഹായിച്ച് അദ്ദേഹത്തിന് അല്പമായിട്ടുള്ള ആരോഗ്യം ലഭിച്ചു. ഞങ്ങൾ മടക്ക യാത്രയൊക്കെ ആയിട്ട് ഈ ചൊവ്വാഴ്ച മടങ്ങിപ്പോവാൻ ആഗ്രഹിക്കുന്നു. And so I was seeing the Sunday school students. I was remembering my days, as I said before. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പഴയ കാലത്തെ കുറിച്ച് ഈ സൺഡേ സ്കൂൾ കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ ഓർക്കുകയുണ്ടായി. And so I just want to ask few questions. I want to keep it brief. At the same time, I would need your help to complete this message. ഞാൻ വളരെ ചുരുക്കത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ സഹായവും ഈ സന്ദേശത്തിന് എനിക്ക് അത്യാവശ്യമാണ്. So first of all, the question to all the Sunday school students and the audience could help them. Do you want to be famous? ആദ്യമായിട്ട് സൺഡേ സ്കൂൾ കുട്ടികളോടും മറ്റുള്ളവരോടുള്ള ചോദ്യം, നിങ്ങൾക്ക് പ്രസിദ്ധമാകുവാൻ ആഗ്രഹമുണ്ടോ? Do you want to be famous? Yes or no? നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രസിദ്ധമാകുവാൻ ആഗ്രഹമുണ്ടോ? അതെയോ അല്ലയോ? Is there an answer? ഉത്തരം പറയുക. Yes. 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 Some no. Okay. No. Well, if you see the definition of famous, we would see, a person who is known by many. ഈ പ്രസിദ്ധമാകുക അതിന്റെ അർത്ഥം നാം തിരഞ്ഞാല് അനേകർ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ്. At the same time, those who have money. അതേസമയം കുറച്ച് സമ്പത്ത്, കാശുള്ളവർ. And so the people who are having many followers is a person be famous. അതുകൊണ്ട് അനേകം അനുയായികൾ ഉള്ള ഒരു വ്യക്തി ഒരു പ്രസിദ്ധനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. Dictionary gives an explanation that a person known by many. ഡിക്ഷണറിയിൽ നാം കാണുമ്പോൾ അനേകരാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി. So the question which I was asking myself, so should we become famous? അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ച ചോദ്യം ഇതാണ്, ഞാൻ പ്രസിദ്ധൻ ആകണോ? I won't want you to take many of the Bible portion, but few I would be mentioning, and I would be reading it out so that you could easily listen on to it. Matthew 5:16 says about being famous. അനേക വേദഭാഗങ്ങൾ അതിനോടനുബന്ധിച്ചുകൊണ്ട് ചില വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാരംഭമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. Let your light so shine before men that they may see your good works and glorify your Father who is in heaven.
ആരെങ്കിലും ഒന്ന് എടുത്ത് തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. So this is the Bible standard which says that we should shine before men, and when we show out the good works, it resembles to the Lord. വചനം ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യരുടെ മുമ്പിൽ നാം പ്രകാശിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ നാം നടക്കുമ്പോൾ അതൊരു വെളിച്ചമായി തീരുന്നു. So who are the famous characters in the Bible? ദൈവവചനത്തിൽ പ്രസിദ്ധി നേടിയ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? If I would ask you, to everyone, Sunday school first, who are the famous kings? ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, സൺഡേ സ്കൂൾ കുട്ടികളോട് പ്രത്യേകിച്ചും, ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള രാജാക്കന്മാർ ആരാണ്? Can you name them? പേരുകൾ ഓർമ്മയിൽ വരുന്നുണ്ടോ? David, yeah. ദാവീദ്, Solomon, സുലൈമാൻ yeah. രാജാവ്. There are many kings, but these are the very good few ones. അനേകം രാജാക്കന്മാരുണ്ട്, എന്നാൽ ഈ പേരുകളാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. Who are the famous prophets? ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പ്രവാചകന്മാർ ആരാണ്? Yeah. യെശയ്യാവ്, എലിയാവ്. Any other names? എലീശ. Okay, this group is much active. Yeah. Moses, okay. Okay. So, who are the famous letter carrier companion? Who are the famous letter carrier companions? ഈ കത്ത് എടുത്ത് അവർ സഞ്ചരിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്ന പ്രസിദ്ധമായിട്ടുള്ള ആൾക്കാർ ആരാണ്? ഒരു കത്ത് എഴുതി അത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്ന പ്രസിദ്ധമായിട്ടുള്ള ആൾക്കാർ ആരാണ്? Letter companions. Sorry. Yeah, Paul wrote the letters. The one who have carried the letters, famous. ആ എഴുത്ത് കൊണ്ടുപോയവർ, എഴുതിയവരല്ല, കൊണ്ടുപോയവർ. Tychicus, Timothy, തിമോത്തിയോസ്, Titus. തീത്തോസ്. So these are the few famous people who have taken or carried the letters as well. അപ്പോ എഴുത്തുകളൊക്കെയും കൊണ്ടുപോയവരാണ് ഈ പ്രിയപ്പെട്ടവർ. And so the list goes on. If you look at the famous things, ഇങ്ങനെ പ്രസിദ്ധമായ കാര്യങ്ങൾ നോക്കിയാൽ ഈ പട്ടിക ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. so what makes them famous? Maybe an incident, maybe something they did, or maybe about their life or a portion of their life. അപ്പൊ അവരെ പ്രസിദ്ധമാക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു കാര്യമായിരിക്കാം, അവരുടെ ജീവിതത്തിൽ കടന്നുപോയ അനുഭവങ്ങളായിരിക്കാം, അതായിരിക്കാം അവരെ പ്രസിദ്ധമാക്കുന്നത്. So again the question remains, വീണ്ടും ആ ചോദ്യം അവിടെ നിലനിൽക്കുന്നു. should we be the famous or be star or not? നാം പ്രസിദ്ധമാകണോ? ആ രീതിയിൽ നാം വെളിച്ചത്തേക്ക് പ്രസിദ്ധമായി തീരണോ? Today the morning, as Brother Sajid has clearly put, I was hoping, and he said, in this galaxy with man in his finite mind, it would take 2,500 light years to reach from one end to other end, and we're not sure that's the other end. നാം ഇന്ന് രാവിലെ ചിന്തിച്ചതുപോലെ ഈ പ്രപഞ്ചം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2500 പരം പ്രകാശ വർഷങ്ങൾ എടുക്കും ഒരു അറ്റത്ത് നിന്ന് മറ്റൊരു അറ്റം വരെ നമുക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി, അതും മനുഷ്യർ അറിയുന്ന രീതി. So if you look on, there are many stars in the galaxies. നാം നോക്കിയാൽ നമുക്ക് ചുറ്റുമുള്ള ഗാലക്സിയിൽ അനേകം നക്ഷത്രങ്ങളുണ്ട്. So how is a star formed? എങ്ങനെയാണ് ഒരു നക്ഷത്രം ഉണ്ടാവുന്നത്? I just have a small I want a help from 3 Sunday school boys. If they could come and stand, I would have a small demonstration. അതിന്റെ ചെറിയ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. 3 സൺഡേ സ്കൂൾ ബോയ്സ്, ഒന്ന് കുട്ടികൾ ഫ്രണ്ടിലേക്ക് കടന്നു വരണം, അതിനെ ഒന്ന് കാണിക്കുവാനാണ്. Could you stand here? Stand here. Yeah. Okay. Now, how is a star formed? എങ്ങനെയാണ് ഒരു നക്ഷത്രം ഉണ്ടാവുന്നത്? In the space or in the galaxies, ഗാലക്സിയിൽ there is hydrogen, ഉണ്ട്, there is dust, പൊടിയുണ്ട്, another hydrogen. മറ്റൊരു ഹൈഡ്രോജൻ ഉണ്ട്. These are the gas and the dust particles. അപ്പൊ അവിടെ പൊടിയുടെ അതുണ്ട്, പിന്നെ ഹൈഡ്രോജൻ ഉണ്ട്. And so any explosion or anything that happens brings them together.
അപ്പോ അവിടെ സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരൊക്കെയും ഒന്നിച്ച് കടന്നു വരുന്നു. And once they come together, the gravity makes them to be together. അവർ ഒന്നിച്ച് വന്നു കഴിയുമ്പോൾ ആ ഗുരുത്വാകർഷണം അവരെ ഒന്നിച്ചാക്കി ചേർത്ത് വെക്കുന്നു. And that is the time when a fusion reaction starts within them. ആ സമയത്താണ് അവരുടെ ഉള്ളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകുന്നത്. And as the reaction starts, they start to emit light as a star. അവരുടെ ഉള്ളിൽ ആ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ അവര് നക്ഷത്രങ്ങളെ പോലെ പ്രകാശം ലഭിക്കുവാൻ തുടങ്ങും. That is the birth of a star. Can we all clap for the kids? Thank you. അങ്ങനെയാണ് ഒരു നക്ഷത്രം ഉണ്ടാകുന്നത്. താങ്ക് യു. So the question remains, ചോദ്യം നിലനിൽക്കുന്നു, should we be the famous or be a star or not? നാം ഒരു നക്ഷത്രമാകണമോ പ്രസിദ്ധം ആകണമോ? The question answer you might get or you might answer yourself. ആ ചോദ്യം നമുക്ക് നമ്മോട് തന്നെ അതിന്റെ ഉത്തരം നൽകാൻ സാധിക്കും. What should be the star for? ആ നക്ഷത്രം എന്തിനു വേണ്ടിയാണ് നിലനിൽക്കേണ്ടത്? The Bible says, how should we be a star in? വചനം പറയുന്നു നാം എങ്ങനെയുള്ള നക്ഷത്രമാകണം എന്നുള്ളത്. How should we be famous for? നാം എന്തിനെ കുറിച്ച് അല്ല എന്തിനു വേണ്ടി പ്രസിദ്ധമാകണം എന്നുള്ളത്. The first thing the Bible teaches is you should be star in humility. വചനം പറയുന്ന ആദ്യത്തെ ഒരു കാര്യം നാം സൗമ്യതയിൽ ഒരു പ്രസിദ്ധമായി തീരണം. It's a difficult task when you look on to Matthew 23:12. He says, whoever exalts himself will be humbled, and whoever humbles himself, he would be exalted. മത്തായി 23:12 നാം കാണുന്നത് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. But we want that we exalt ourselves. എന്നാൽ നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മെ തന്നെ ഉയർത്തുക എന്നുള്ളതാണ്. Proverbs clearly says, let another person praise you. സദൃശവാക്യങ്ങൾ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുന്നത് മറ്റൊരാള് നമ്മെ പ്രശംസിക്കട്ടെ. The second thing that we should be star is in the God's glory. രണ്ടാമത്തെ കാര്യം നാം നക്ഷത്രമായി തീരേണ്ടത് ദൈവത്തിന്റെ മഹത്വത്തിലാണ്. John 5:44, where Jesus himself asked, how can you believe when you accept glory from one another and do not seek the glory that comes from God? യോഹന്നാൻ 5:44 നാം വായിക്കുന്ന വിഷയം ഇതാണ്. നിങ്ങൾ പരസ്പരമുള്ള മഹത്വം പ്രശംസ ആഗ്രഹിക്കുന്നവരായി തീർന്നാൽ എങ്ങനെയാണ് ദൈവത്തിങ്കിൽ നിന്ന് വരുന്ന മഹത്വം നിങ്ങൾ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുക? So it is important that we should be star to make God's glory. അതുകൊണ്ട് ഇതാണ് പ്രാധാന്യമുള്ള വിഷയം. ദൈവത്തിന്റെ മഹത്വം കാഴ്ചവെക്കുവാൻ നാം ഒരു നക്ഷത്രമായി തീരണം. Thirdly, we should be star in serving. മൂന്നാമതായിട്ട് നാം ശുശ്രൂഷിക്കുവാൻ സേവിക്കുവാൻ വേണ്ടി ഒരു നക്ഷത്രമായി തീരണം. Mark 9:35, where Jesus very famously asks and responds to the question, who is the greatest? He says, if any man desire to be the first, the same shall be last of all and servant of all. മർക്കോസ് 9:35 നാം വായിക്കുന്നത്, ആരെങ്കിലും ഏറ്റവും ഒന്നാമനായി ഉന്നതനായി തീരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ആയി ഏറ്റവും സൗമ്യനായി തീരണം, കാരണം അവനായിരിക്കും ഏറ്റവും വലിയവൻ. And fourthly, we should be the star in God's will. നാലാമതായിട്ട് ദൈവഹിതത്തിനു വേണ്ടി നാം നക്ഷത്രമായി തീരണം. And in the Philippians 4:11-13, if you read later, you would find where Paul here says that, now that I speak in respect of want, for I have learned in whatsoever state I am, therewith to be content. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:11 വാക്യങ്ങളിലൂടെ നാം വായിക്കുന്നത് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, എനിക്കുള്ള അവസ്ഥയിൽ ഞാൻ സംതൃപ്തനായി തീർന്നു. And so if we are star in God's will, the verse 13 says, we will be content in whatever. I can do all things through Christ which strengthens me. ദൈവഹിതത്തിൽ ഒരു നക്ഷത്രമായി തീരുക എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്ന പോലെ 13 വാക്യത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ സകലത്തിനും മതിയായവനാണ്, കാരണം എന്റെ ബലം ക്രിസ്തുവിലാണ്. And my time has run out, and I would like to conclude with the warning that we have. ഞാൻ എന്റെ സമയം അവസാനിക്കുന്നു. ഞാൻ അവസാനമായിട്ട് ഒരു മുന്നറിയിപ്പ് തന്ന് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Not to be a star of vanity. വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങളിൽ നക്ഷത്രമായി തീരാതിരിക്കുക.
Ecclesiastes 1:14 says, where Solomon is speaking, and he says that I have seen all things that are done under the sun. All of them are meaningless and chasing after wind. This is like chasing after wind. നാം സഭാപ്രസംഗി പുസ്തകത്തിൽ വായിക്കുന്നത് അവിടെ എഴുത്തുകാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സൂര്യന്റെ അടിയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം വ്യർത്ഥമാണ്, മനുഷ്യർ അധ്വാനിക്കുന്ന എല്ലാം വ്യർത്ഥമാണെന്നുള്ള വസ്തുത നാം മനസ്സിലാക്കുന്നു. So the question remains again. വീണ്ടും ആ ചോദ്യം നിലനിൽക്കുന്നു: Should we be famous or a star or not? നാം പ്രസിദ്ധമാകണമോ, ഒരു നക്ഷത്രമായി തീരണമോ? If you want to be the star, become a star in humility. നക്ഷത്രമായി തീരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൗമ്യതയിൽ അതാകുക. Star for God's glory to be revealed. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നക്ഷത്രം. Star in serving. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, സേവിക്കുവാനുള്ള നക്ഷത്രം. And star in doing God's will. ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുന്ന ഒരു നക്ഷത്രം. And not just run after vanity, for Solomon says, I have tried everything under the sun. ശലോമോൻ പറയുന്നത് പോലെ വ്യർത്ഥമായ കാര്യങ്ങളുടെ പുറകെ ഓടാതെ ഞാൻ ഇതെല്ലാം അത് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ശലോമോൻ പറയുന്നു. And if your answer is yes, നിങ്ങളുടെ ഉത്തരം അതെ എന്നുള്ളതാണെങ്കിൽ, then you might think on what the Bible says to be a star for. എന്നാൽ നിങ്ങൾ വചനം ഒരു നക്ഷത്രം എന്തായി തീരണം എന്നുള്ളത് വ്യക്തമാക്കുന്ന ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. The last I would quote from Charles Spurgeon, which says, ചാൾസ് സ്പർജൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: the best man in the church is the one ഈ ഒരു സഭയിലെ ഏറ്റവും നല്ല വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ, who is willing to be a doormat for others to wipe their boots. മറ്റുള്ളവർക്ക് അവരുടെ കാൽച്ചുവട്ടുകൾ വൃത്തിയാക്കപ്പെടുവാൻ വേണ്ടി തന്നെത്താൻ ഏൽപ്പിക്കുന്ന ഒരു മെത്തയായി തീർന്ന ഒരു വ്യക്തിയാണ്. It's a challenge for me as well. എനിക്ക് വേണ്ടി ഒരു വെല്ലുവിളിയാണ്. And it is a challenge for every listeners today. ഇന്ന് ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു വെല്ലുവിളിയാണ്. And hope you are answering that question, should we be the star or famous? ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ്: നാം പ്രസിദ്ധമാകണമോ, നക്ഷത്രമായി തീരണമോ? May the Lord enable us that as He has placed us, I don't think He has placed us anything lesser than to be a star for Him. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ ആ രീതിയിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. നക്ഷത്രമാകുവാൻ തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. May His name alone be praised forever. ദൈവനാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകുമാറാകട്ടെ.